സമന്നതരായ UDF-ന്റെ നേതാക്കളെ, വിശേഷിച്ച് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, സ്നേഹമുള്ളത് നമ്മുടെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് 15 നിമിഷങ്ങൾക്കകം വിരാമമിടാൻ പോവുകയാണ്. അതായത് 6 മണിക്ക് എല്ലാ പ്രചരണ പരിപാടികളും അവസാനിപ്പിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനമാണ്. തീർച്ചയായിട്ടും ഈ കുറഞ്ഞ ദിവസം കൊണ്ടാണെങ്കിലും അത്യന്തം ആവേശകരമായ പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും അഹോരാത്രം പ്രവർത്തിക്കുകയുണ്ടായി. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് രാപകൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയ്ക്കുന്ന എന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ ആവേശപൂർവ്വം ഞാൻ കാണുകയുണ്ടായി. നമുക്ക് വലിയ തരത്തിലുള്ള പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി റോഡ് ഷോകൾ നമ്മൾ നടത്തി. ഇത്രയും റോഡ് ഷോകൾ ഒരു കാലത്തും ഒരു സ്ഥാനാർത്ഥിയും നടത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ KC വേണുഗോപാലിന്റെയും കർണാടക മന്ത്രിയുടെയും ഷാഫി പറമ്പലിന്റെയും പിന്നെ സ്ഥാനാർത്ഥിയായ എന്റെയും അടക്കം നിരവധി റോഡ് ഷോകൾ. ബഹുമാനായ പാണക്കാട് തങ്ങൾ അവർ പല ആളുകളെയും വിളിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം അന്വേഷിക്കുകയും ശക്തമായി പ്രവർത്തിച്ച് സുധാകരനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ദീപിച്ചു നൽകിയ എന്തോ ഒരു പദാർത്ഥവുമായി പുന്നപ്ര പള്ളിയിലെ ഒരു ഇമാം എൻ്റെ അടുത്ത് വരികയും തലയിൽ 3 തവണ ഒഴിഞ്ഞ് ആ കേട്ട അദ്ദേഹം തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഇന്നാണ് ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഒരു രീതിയാണ്. അദ്ദേഹം പിന്നെ പാണക്കാട് തങ്ങൾ അവർ വരെ തന്നെ നമ്മുടെ അമ്പലപ്പള്ളി വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയും LDF-ഉം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു, ദ്വീപന്റെയും നായന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഓരോന്നും ചെയ്യാം. ഒരു മുൻ പാർലമെന്റ് MP അവരുടെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഞാനാണ് അവരെ ജയിപ്പിച്ചത്. അതിനുശേഷവും ജയിച്ചിട്ടില്ല, അതിന് മുമ്പും ജയിച്ചിട്ടില്ല. അവര് ഒരു പ്രത്യേക വിഭാഗത്തിന് വീണ്ടും മാത്രം കയറി. ഞാനത് ജനങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. അത് ഭയങ്കര പ്രശ്നമാണെന്നും മറ്റൊരു പറയുകയാണ്. അങ്ങനെ കയറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കയറാൻ പാടില്ല. അങ്ങനെ ഓരോ വിഭാഗത്തെയും ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതല്ലാതെ ഒരു ആദർശവും നിങ്ങളുടെ മുമ്പിൽ വെച്ചില്ല, ഒരാശയവും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി വെച്ചില്ല. നമ്മുടെ 10,000-ലേറെ പോസ്റ്ററുകളാണ് കയറിയത്. 200-ഓളം ഫ്ലക്സുകൾ ചവിട്ടി മെതിച്ചു. നമ്മുടെ ഡ്രൈവർമാരെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര ഭീഷണി. പക്ഷേ ഇതൊന്നും ഒരു കാര്യമില്ല. ഈ ഭീഷണിയൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല. ഭീഷണി കൊണ്ടൊന്നും വോട്ട് കിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.